ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ സർവേയുടെ ഡിസ്കഷൻ ആണ് നടത്താൻ പോകുന്നത്. യെസ്, 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് വീക്ക് 5 സർവേ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തവണ ഈ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് അല്ലെങ്കിൽ പഠിക്കേണ്ട റിവൈസ് ചെയ്യേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ടാക്യോമെട്രി, ഏരിയ ആൻഡ് വോളിയം, യെസ്, കർവ് ആൻഡ് മോഡേൺ ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഒരു സെഷനിൽ ടാക്യോമെട്രിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, ആദ്യം നിങ്ങൾ പറയേണ്ടത് എന്താണ് ടാക്യോമെട്രി അല്ലെങ്കിൽ ടാക്യോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന മെഷർമെന്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ടാക്യോമീറ്റർ, അല്ലെങ്കിൽ ടാക്യോമീറ്റർ ഉപയോഗിക്കുന്നത് ഏതൊക്കെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ബോത്ത് ഏതാണ്, ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഈ രണ്ട് ഡിസ്റ്റൻസുകളും അത് ഹൊറിസോണ്ടൽ ആയാലും ശരി വെർട്ടിക്കൽ ആയാലും ശരി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും ഏത് ടാക്യോമീറ്റർ. ഒന്നാമത്തെ ചോദ്യം അതാണ്, എന്താണ് ടാക്യോമീറ്റർ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഇറ്റ് ഈസ് ആൻ ഓഡിയം ഫിറ്റഡ് വിത്ത് സ്റ്റേഡിയ ഡയഫ്രം. ഇറ്റ് ഈസ് ആൻ ഓഡിയം ഫിറ്റഡ് വിത്ത് എന്താണ്, യെസ്, സ്റ്റേഡിയ ഡയഫ്രം ആണ്. സ്റ്റേഡിയ ഡയഫ്രം എന്താണ് അതിന്റെ യൂസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഓഡിയം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെന്റ് ഡിവൈസ് ആണ്. ഓപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെന്റ് ഡിവൈസസ്, യെസ്, ആ കാര്യം നമ്മൾ ഇവിടെ പറയേണ്ട നിർബന്ധമുണ്ട്. അതിന്റെ ബേസിസിലാണ് ഈ പറയുന്ന ഡിസ്റ്റൻസുകളെല്ലാം മെഷർ ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്സ് ആണ്. അതായത് ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പോകുന്നത്. ലെൻസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് ഇസ് ദർ ആൻഡ് ഐ പീസ് ഇസ് ദർ. ചുരുക്കി പറഞ്ഞാൽ 4ാം ക്ലാസ്സും ഗുസ്തിയും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെലസ്കോപ്പ് ഫിറ്റഡ് ആയിട്ടുള്ള ഏതൊരു ഇൻസ്ട്രുമെന്റിനെയും ടെലസ്കോപ്പ് ഫിറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓഡിയം എന്ന് പറയാൻ പറ്റും. കാരണം ടെലസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഐ പീസ് ഉണ്ട്, അല്ലാതെ മറ്റു പല ലെൻസുകളും അവൈലബിൾ ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെന്റ്. എങ്ങനെയാണ് ടാക്യോമീറ്റർ ഉപയോഗിച്ച് ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ അല്ലെ, ഹൗ വി ആർ ഗോയിങ് ടു മെഷർ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് യൂസിങ് ടാക്യോമീറ്റർ ആണ്. ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി എന്ന് നമുക്ക് തൽക്കാലം പറയാം. നോക്കിയാൽ ഫിഗർ വരച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ വേരിയബിൾ അടക്കം മനസ്സിലാവണം. വേരിയബിൾ എന്താണ് ആരാണ് എന്ന് മനസ്സിലായാലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സോ ആദ്യം നമുക്ക് ടെലസ്കോപ്പ് വരയ്ക്കാം. യെസ്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ നമ്മൾ ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടെലസ്കോപ്പ്, അല്ലെങ്കിൽ ഇതാണ് സ്റ്റേഡിയ ഡയഫ്രം ഫിറ്റഡ് ആയിട്ടുള്ള ടാക്യോമീറ്റർ എന്ന് പറയുന്നത്. സ്റ്റേഡിയ ഡയഫ്രം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവേ. എന്താണ് സ്റ്റേഡിയ ഡയഫ്രം, വെറുതെ വരച്ച് കാണിക്കാം. വാട്ട് യു മീൻ ബൈ സ്റ്റേഡിയ ഡയഫ്രം? സ്റ്റേഡിയ ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡയഫ്രത്തിൽ നിന്ന് മാറി ചെറിയ വ്യത്യാസങ്ങൾ കാണപ്പെടും. ഇറ്റ് ഈസ് എ ഡയഫ്രം ഫിറ്റഡ് വിത്ത് എന്താണ്, വെർട്ടിക്കൽ ക്രോസ് എയർ എന്തായാലും ഉണ്ട്. ഒരു ഹൊറിസോണ്ടൽ ക്രോസ് എയർ അല്ല, ഇതിന് പുറത്ത് 2 അഡീഷണൽ ഹൊറിസോണ്ടൽ ക്രോസ് എയർസും കൂടി ഉണ്ടാവും. അതായത് എറ്റ് എ ടൈം നമുക്ക് 3 സ്റ്റാഫ് റീഡിംഗ് എടുക്കാൻ പറ്റും. എറ്റ് എ ടൈം നമുക്ക് 3 സ്റ്റാഫ് റീഡിങ്ങുകൾ എടുക്കാൻ പറ്റും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ആ അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ആ ഒരു പരിപാടി. ക്ലിയർ അല്ലേ? സോ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുണ്ട്. ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ടാക്യോമീറ്റർ. തീർച്ചയായിട്ടും കുറച്ച് അപ്പുറത്തായിട്ട് നിങ്ങൾ എന്ത് വെക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ വെച്ചാലേ പറ്റൂ. യെസ്, ലെവലിംഗ് ആണെങ്കിൽ നിങ്ങൾ അതിന് പറയുന്നത് ലെവലിംഗ് സ്റ്റാഫ് എന്നാണ്. ഇത് ടാക്യോമീറ്റർ ആണ്. യെസ്, ലെവലിംഗ് സ്റ്റാഫ് പോലെ തന്നെയുള്ള ഒരു സാധനം ബി എന്ന് പറയുന്ന പോയിന്റിൽ വെക്കേണ്ടി വരും. യെസ്, നിർഭാഗ്യവശാൽ അതിനെ നമ്മളിപ്പം സ്റ്റേഡിയ റോഡ് എന്നാണ് പറയാം. ഇറ്റ് ഈസ് ടേംഡ് ആസ് സ്റ്റേഡിയ റോഡ്. ലെവലിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ സ്റ്റാഫ് എന്നല്ല പറയുന്നത്, അതിന്റെ പേര് ഇപ്പൊ ചെറുതായിട്ടൊന്ന് മാറി അതിനെ സ്റ്റേഡിയ റോഡ് എന്നാണ് പറയാം. ക്ലിയർ അല്ലേ? ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ്. ഓക്കെ അല്ലെ? ആൻഡ് അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്? ഇവിടെ സ്റ്റേഡിയ ഡയഫ്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് 3 സ്റ്റാഫ് റീഡിംഗ് അല്ലെങ്കിൽ സ്റ്റേഡിയ റീഡിംഗ് എടുക്കാൻ പറ്റും അല്ലെ. അത് വരച്ച് കാണിക്കുകയാണ്. ഒരു ടോപ്പ് സ്റ്റാഫ് റീഡിംഗ് ഈസ് ദർ, ബോട്ടം സ്റ്റാഫ് റീഡിംഗ് ഈസ് ദർ, മിഡ് സ്റ്റാഫ് റീഡിംഗ് ഈസ് ദർ അല്ലെ. സോ S1, S2, S3 എന്ന് പറയാം. ഇത് ടോപ്പ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ മിഡ് സ്റ്റാഫ് റീഡിംഗ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ബോട്ടം സ്റ്റാഫ് റീഡിംഗ്. ക്ലിയർ അല്ലേ? ഈ കാണിച്ചിരിക്കുന്നതാണ് ബോട്ടം സ്റ്റാഫ് റീഡിംഗ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നാട്ടില് ഈ പറയുന്ന ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റാഫ് റീഡിംഗ് തമ്മിലുള്ള ഈ ഡിഫറൻസിനെ നമ്മൾ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എന്നാണ് പറയാ. ദാറ്റ് ഈസ് S1 - S3 ആണ്. വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്,
ഈ ഒരു അവസരത്തിൽ എസ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റാഫ് റീഡിംഗ് മാത്രം മതി. ദർ ഈസ് നോ നീഡ് ഓഫ് മിഡ് സ്റ്റാഫ് റീഡിംഗ്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? സ്റ്റാഫ് ഇന്റർസെപ്റ്റ്. അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റാഫ് റീഡിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എപ്പോഴും. ടോപ്പ് ആൻഡ് മിഡ് അല്ല, മിഡ് ആൻഡ് ബോട്ടം അല്ല. ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റാഫ് റീഡിംഗ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എപ്പോഴും സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു ഫാക്ടറാണ് ഈ കാണിച്ചിരിക്കുന്ന സ്റ്റേഡിയ ഡയഫ്രം. അതിന്റെ ഹൊറിസോണ്ടൽ അഡീഷണൽ ഹൊറിസോണ്ടൽ ക്രോസ് എയറുകൾ തമ്മിലുള്ള ഈ ഡിഫറൻസിനെ, അഡീഷണൽ ഹൊറിസോണ്ടൽ ക്രോസ് എയറുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ നാട്ടില് ഐ എന്നാണ് പറയുന്നത്. സ്മോൾ ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്റ്റേഡിയ ഇന്റർസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് സ്റ്റേഡിയ ഇന്റർസെപ്റ്റ്. ഈ രണ്ട് വേരിയബിൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഒന്നാമത്തെ വേരിയബിൾ ഐ ആണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സ്റ്റേഡിയ ഇന്റർസെപ്റ്റ്. രണ്ടാമത്തെ വേരിയബിൾ എസ് ആണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സ്റ്റാഫ് ഇന്റർസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ പറയുന്ന ടെലസ്കോപ്പ് ഒന്ന് സൂം ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ പറയുന്ന ടെലസ്കോപ്പിനെ വളരെ നീറ്റായിട്ടൊന്ന് വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഐ പീസ്. യെസ്, ഇങ്ങനെ ഒരു ബെൻഡിന് ശേഷം കുറച്ച് മുമ്പ് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതാണ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഐ പീസ്. ആൻഡ് ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് കാണാം? ഇതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഡയഫ്രം ഇപ്പോൾ വരച്ച് കാണിച്ചു. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഡയഫ്രം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. യെസ്, വെയിറ്റ്. ഈ കാണിച്ചിരിക്കുന്ന എവിടെയാണ് ഡയഫ്രത്തിന്റെ ലൊക്കേഷൻ എന്നൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഐ പീസ് ആണ്. ഐ പീസിനും ഒബ്ജക്റ്റിനും മിഡ് ആയിട്ടല്ല, ഐ പീസിന് തൊട്ട് മുമ്പിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാസ് ഷീറ്റ് ആണ് ഇൻ വിച്ച് ക്രോസേഴ്സ് ആർ ഫിറ്റഡ്. അതിനെയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഒരു ആക്സിസും കൂടി ഇവിടെ കാണിക്കണം. ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഈ ഒരു ആക്സിസിനെ എന്ത് പേരിട്ട് വിളിക്കേണ്ടി വരും? ഈ കാണിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഈ ആക്സിസിനെ, ഈ കാണിച്ചിരിക്കുന്ന ദിസ് പർട്ടിക്കുലർ ആക്സിസ്, ഈ പർട്ടിക്കുലർ ആക്സിസിനെ എന്ത് വിളിക്കേണ്ടി വരും? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ആക്സിസ്? ഈ ആക്സിസിനെ വേറെ ഒന്നും വിളിക്കാൻ പറ്റൂല. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ഇൻസ്ട്രുമെന്റ്. അത് പറയേണ്ട ആവശ്യം എന്താന്ന് വെച്ചാല്, നോക്കിയേ, ഡയഫ്രം നമ്മൾ കാണിച്ചു. അതായത് വെർട്ടിക്കൽ ആക്സിസ് കാണപ്പെടുന്നത് ഇവിടെയാണെന്ന് ഈ ഒരു ഫിഗറിൽ നിന്നും വ്യക്തമാണ്. നമ്മൾ ഇതേ ഫിഗറിൽ വെർട്ടിക്കൽ ആക്സിസ് കാണിക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും, അല്ലെ? ഏകദേശം ഈ പറയുന്ന ടെലസ്കോപ്പിന്റെതാ ഇങ്ങനെയാണ് ട്രൈപോഡ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, അല്ലെ? പേരിട്ട് വിളിക്കുകയാണ് അതിനെ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയേണ്ടത്. എന്തിനാണ് അത് പറയേണ്ട ആവശ്യം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയണം. ഈ പറയുന്ന വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റും നമ്മുടെ ടെലസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ ഡി എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ട് കാണിക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, അതിനെയാണ് സ്മോൾ ഡി എന്ന് പറയുന്നത്. സോ വേരിയബിൾ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ വേരിയബിൾ നിങ്ങൾ കണ്ടതാണ്, ഐ എന്ന് പറയുന്ന സ്റ്റേഡിയ ഇന്റർസെപ്റ്റ്. രണ്ടാമത്തെ വേരിയബിൾ കണ്ടു, എസ് എന്ന് പറയുന്ന സ്റ്റാഫ് ഇന്റർസെപ്റ്റ്. ഡി എന്ന് പറയുന്ന സാധനം കണ്ടു, സ്മോൾ ഡി ആണ്. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഒരു വേരിയബിളും കൂടി പറഞ്ഞാൽ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നതാണ്. എഫ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഏതായിരിക്കും? ഫോക്കൽ ലെങ്ത് ഓഫ്. നോക്കിയ രണ്ട് ലെൻസസ് ഉണ്ട്. ഒന്ന് ഐ പീസ് ആണ്, ഒന്ന് ഒബ്ജക്റ്റീവ് പീസ് ആണ്. ഒന്ന് ഐ പീസ് ആണ്, ഒന്ന് ഒബ്ജക്റ്റീവ് പീസ് ആണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഓക്കെ, മാറിപ്പോകരുത്. ക്വസ്റ്റ്യനിൽ രണ്ടും തരാറുണ്ട്. ക്വസ്റ്റ്യനിൽ രണ്ടും തരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെറുതെ ഇടങ്ങാറുണ്ടാക്കരുത്. സോ ഐ അറിയാം, എസ് അറിയാം, സ്മോൾ ഡി അറിയാം, ക്യാപിറ്റൽ ഡി അറിയാം, ആൻഡ് എഫ് അറിയാം. ക്യാപിറ്റൽ ഡി is nothing but the distance that has to be found out. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. ഈ കാണിച്ചിരിക്കുന്നതാണ് സ്മോൾ ഡി.
ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ വെർട്ടിക്കൽ ആക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല, ഡെറിവേഷൻ ഉണ്ട്, നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു the horizontal distance capital D is given by the equation yes k into s plus c ആണ്. ks plus c ആണ്. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ടാക്യോമീറ്ററിൽ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ട ഇക്വേഷൻ. വേർ k എന്ന് പറഞ്ഞാൽ നോക്കിയേ, d എന്ന് പറഞ്ഞാൽ അറിയാലോ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, s എന്ന് പറയുന്നത് സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ്. ഇപ്പൊ കണ്ടു ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റാഫ് റീഡിംഗ് തമ്മിലുള്ള ഡിഫറൻസ്. അതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് k മൾട്ടിപ്പിൾ ചെയ്തതാണ്, ഒരു കോൺസ്റ്റന്റ് k മൾട്ടിപ്പിൾ ചെയ്തതാണ്. അതുകൊണ്ട് ആ kനെ നാട്ടിൽ അറിയപ്പെടുന്നത് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് എന്നാണ്. മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് എന്നാണ് അറിയപ്പെടുന്നത്. മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് k ഈസ് ഈക്വൽ ടു ഗിവൺ ബൈ f ബൈ i ആണ്. k ഈസ് ഈക്വൽ ടു f ബൈ i ആണ്. f എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. i എന്ന് പറഞ്ഞാൽ യെസ് സ്റ്റേഡിയ ഇന്റർസെപ്റ്റ് ആണ്. ഈ പറയുന്ന ഇക്വേഷനിൽ c എന്ന് പറയുന്ന വേറൊരു കോൺസ്റ്റന്റ് ഉണ്ട്, c എന്ന് പറയുന്ന മറ്റൊരു കോൺസ്റ്റന്റ് കാണാം. ആ പറയുന്ന c നെ നമ്മൾ ആഡ് ചെയ്തതായതുകൊണ്ട് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് ടേംഡ് ആസ് അഡിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആണ് നമ്മൾ അഡിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ആൻഡ് c ഈസ് ഈക്വൽ ടു f പ്ലസ് d ആണ്. c ഈസ് ഈക്വൽ ടു f പ്ലസ് d, f പ്ലസ് d ആണ്. ഓക്കെ, ഇതിനു വേണ്ടിയായിരുന്നു ഈ ഒരു പ്രഹസനം കാണിച്ചത്. ആ കാണിച്ച പ്രഹസനം മൊത്തം d എന്ന് പറയുന്ന ആ വേരിയബിൾ കാണിക്കാൻ വേണ്ടിയായിരുന്നു. എന്താണ് d? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ വെർട്ടിക്കൽ ആക്സ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയൊക്കെ നടത്തിയാലും ഒരു കാര്യം ഉറപ്പാണ്, വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഈ പറയപ്പെടുന്ന കോൺസ്റ്റന്റിന് വാല്യൂസ് അവൈലബിൾ ആണ്. മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് എപ്പോഴും 100 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അഡിറ്റീവ് കോൺസ്റ്റന്റ് നമ്മൾ എപ്പോഴും 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ടാക്യോമെട്രിയിൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റും അഡിറ്റീവ് കോൺസ്റ്റന്റും 100ഉം 0ഉം ആയി വരാൻ വേണ്ടിയിട്ട് ടെലസ്കോപ്പിന്റെ അകത്ത് നമ്മൾ വേറെ ഒരു ലെൻസും കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാക്യോമീറ്ററിൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് 100 കിട്ടാനും അഡിറ്റീവ് കോൺസ്റ്റന്റ് 0 കിട്ടാനും എന്ന ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ മറ്റൊരു ലെൻസും കൂടി ടെലസ്കോപ്പിനകത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ആ ലെൻസിനെ നാട്ടില് അനലിറ്റിക് ലെൻസ് എന്നാണ് പറയാം. ദാറ്റ് പെർട്ടിക്കുലർ ലെൻസ് ഇസ് ടേംഡ് ആസ് അനലിറ്റിക് ലെൻസ് ആണ്. എന്താണ് അനലിറ്റിക് ലെൻസിന്റെ ഉദ്ദേശം ചോദിച്ചാൽ, സോ ദാറ്റ് വി ക്യാൻ ഒബ്റ്റെയിൻ ദ കോൺസ്റ്റന്റ് ആസ് 100 and 0 ആണ്. ഒരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട് ഇവിടെ, എന്താണ് അനലിറ്റിക് ലെൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, കോൺകേവ് അല്ല, ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ് fitted inside the tachyometer so that the multiplying constant is 100 and the additive constant is 0. ഇത്രയും പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. 1 year സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് വീക്ക് 5ൽ സർവേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടാക്യോമീറ്റർ ഉണ്ട്, ഏരിയ ആൻഡ് വോളിയം ഉണ്ട്, യെസ് കർവുകൾ പറയാനുണ്ട്, ആൻഡ് മോഡേൺ സർവേ പറയാനുണ്ട്. നമുക്ക് ടാക്യോമീറ്ററിലെ കുറച്ച് പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ്, സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും ഓവർസിയറിന്റെയും സർവേയറിന്റെയും ബാച്ചസിന്റെയും ഓൺലൈൻ ക്ലാസ്സസ് റണ്ണിംഗ് ആണ്. കോഴിക്കോട് മാവൂർ റോഡിൽ ഓഫ്ലൈൻ ക്യാമ്പസ് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, ക്ലാസ്സസും റണ്ണിംഗ് ആണ്. നാട്ടിൽ കിട്ടാവുന്ന മോസ്റ്റ് അഫോർഡബിൾ കോസ്റ്റിലാണ് ബെസ്റ്റ് കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ സൈലം ടെക്നിക്കലായിട്ട് കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ ചോദിച്ചറിയുക. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.